ഗംഗാധരൻ അവിടെ പണിയെടുക്കുന്നവരെയും ഭാസ്കരനെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. കോർട്ട് ഓർഡറും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എല്ലാവരും ലോക്കപ്പ് കിടക്കും. ശ്രുതി പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഭാസ്കരൻ പറയും, ഞങ്ങൾ ചെയ്യുന്നത് കോർട്ടിൻ്റെ വയലേഷനാണ്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഇവരൊന്നും കേൾക്കണ്ട, കുറച്ച് പേഴ്സണലാ. നമുക്ക് ഗേറ്റിന് പുറത്ത് മാറി നിന്ന് സംസാരിക്കാം. നിങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവരോടും പറഞ്ഞില്ലേ പോലീസ് സ്റ്റേഷനിൽ പോവും. ഭാസ്കരൻ പറയും, എന്നാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി വാ, ഞാൻ സുനന്ദയുടെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അതെന്തിനെന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയും, ഒരു കഥ പറയാനാ. അവൾ കല്യാണത്തിന് മുൻപ് എപ്പോൾ നോക്കിയാലും എൻ്റെ വീട്ടിലായിരുന്നു. അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മോനെ കെട്ടണമെന്ന് വാശി പിടിച്ചതും അവസാനം അവളുടെ അമ്മയും അച്ഛനും വന്നിട്ട് എൻ്റെ മകൻ്റെ കാല് പിടിച്ചിട്ടാണ് അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതെന്നും കല്യാണത്തിന് അന്ന് അവനുണ്ട ചോറ് എൻ്റെ മകൻ ഉപേക്ഷിച്ച സദ്യയാണെന്നും ഞാൻ അവനോട് പറയട്ടെ. സുനന്ദയുടെ അമ്മ പറയും, ചതിക്കല്ലേ, നിങ്ങളിവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അവരവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഭാസ്കരൻ അവരെ പിടിച്ചു വെച്ചിട്ട് പറയും, പണിക്കാരൊക്കെ പേടിച്ച് നിൽക്കുക, ഗംഗാധരനോട് അവരെ നോക്കിയൊന്ന് കൈ നീട്ടി കാണിക്കാൻ പറയും, ഒന്ന് തുടങ്ങിക്കോന്ന് പറഞ്ഞേക്ക്. ഗംഗാധരൻ്റെ തോളിൽ ഭാസ്കരൻ കൈയിട്ട് അയാളോട് പറയിക്കുകയാണ്. അച്ഛൻ വന്ന് അവരോട് പറയും, പിള്ളേരെ പണി തുടങ്ങിക്കോ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്താ ഇവിടെ സംഭവിച്ചത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഭയ്യ വന്നിട്ട് പണി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, തുടങ്ങിക്കോ. നിധി തെറ്റിപ്പോയ സ്കെച്ചുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടി ചോദിക്കും, എന്തു പറ്റി, കുറേ നേരമല്ലോ അത് നോക്കിയിരിക്കുന്നു. നിധി പറയും, എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി, ഇങ്ങനെ തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് നിധിയെ സമാധാനിപ്പിക്കും, ആദ്യമാകുമ്പോൾ തെറ്റൊക്കെ പറ്റും, നിധിക്ക് വേണ്ടത് പ്രാക്ടീസ് മാത്രമാണ്. ഇവിടെ സാർ എപ്പോഴും പറയും, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിക്കരുത്, തെറ്റ് പറ്റുന്നവരിൽ നിന്ന് അത്ഭുതങ്ങളുണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോൾ നിധി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. നിധി വീട്ടിലേക്ക് വരുമ്പോൾ പണി കഴിഞ്ഞു പോകുന്നവരെ കണ്ടിട്ട് സുഭാഷിനോട് വയ്ക്കും, എന്താ സുഭാഷേട്ടാ ഇവിടെ പണി? നികേഷ് പറയും, ബാത്റൂം ഉണ്ടാക്കുന്ന ഓട് മേഞ്ഞു, അങ്ങനെ രാവിലെ മുതൽ ഫുള്ള് പണിയായിരുന്നു. സുധീഷേട്ടൻ ബാത്റൂമിലേക്കുള്ള ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ പറയും, മാക്സിമം 5 മിനിറ്റ് ഇരിക്കുന്ന സ്ഥലമാണ്, അതിനുവേണ്ടി കുറേ പൈസയൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. നിധി അച്ഛൻ്റെ കയ്യിലേക്ക് നോക്കിയിട്ട് പറയും, ഇത്രയും പൊള്ളിയോ, ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചുകൂടായിരുന്നോ, അല്ലെങ്കിൽ അത് പഴുക്കും. അച്ഛൻ പറയും, അതൊന്നും സാരമില്ല മോളെ. എന്നിട്ട് അച്ഛൻ പഴയൊരു കഥ പറയാണ്. ലോറിയിൽ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആ വണ്ടി കൊണ്ട് ലോഡ് ഇറക്കിയ കഥ. അത് കഴിയുമ്പോൾ തന്നെ സുഭാഷ് പറയും, വാ മോളെ ചായ കുടിക്കാം. നിധി പറയും, വേണ്ട, ഇന്ന് ഞാനുണ്ടാക്കാം ചായ. അച്ഛൻ പറയാം, അതാ നല്ലത്, ഒരു മാറ്റം വേണ്ടേ. നിധി മുറ്റടിക്കുമ്പോൾ നികേഷ് വന്ന് ചോദിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? നിധി പറയും, നീ അച്ഛൻ്റെ കൈ കണ്ടോ, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. നികേഷ് ചോദിക്കും, അതിനിപ്പോൾ ഞാനെന്താ ചെയ്യുക, നിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അപകടമല്ലേ, നിനക്കൊരു സോറി എങ്കിലും പറഞ്ഞൂടെ? നികേഷ് ചോദിക്കും, ഞാൻ അങ്ങേരോട് നടന്നു തന്നെ. നിധി നിർബന്ധിച്ചിട്ടും നികേഷിന് അതൊന്നും സമ്മതിക്കില്ല. നികേഷ് പറയും, ഏടത്തി ഈ കാര്യം മാത്രമേ എന്നോട് പറയരുത്. രാത്രി സുഭാഷ് ഫുഡുമായിട്ട് വരുമ്പോൾ സുധീഷ് ചോദിക്കും, ഇന്നത്തെ ബിരിയാണിയാണോ? സുഭാഷ് പറയും, അല്ലടാ, ഇന്ന് നിധി പലഹാരം എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു, ഉപ്പുമാവാണ്. നികേഷ് ചോദിക്കും, അയ്യേ ഉപ്പുമാവോ? നിധി പറയും, ഞാൻ ടേസ്റ്റ് നോക്കി, നല്ലതാണ്. സുധി പറയും, എന്നാലും ഉപ്പുമാവല്ലേ. അവരെല്ലാവരും കഴിച്ചിട്ട് പറയും, വാവ്, ഉപ്പുമാവ് ഇത്രയ്ക്ക് ടേസ്റ്റോ? ആ സമയത്ത് സുനന്ദ അങ്ങോട്ട് ഫോൺ വിളിക്കുകയാണ്. സുധി ഫോൺ എടുത്ത് കൊണ്ടുവരും, പക്ഷേ അവനെ കോൾ എടുക്കില്ല. സുഭാഷ് പറയും, അവളെ മുൻപ് വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഹരീഷ് ചോദിക്കും, ഇവളെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? നിധി സുധിയെയും ഹരീഷിനെയൊക്കെ കളിയാക്കി പറയാണ്, അവൾ കല്യാണം കഴിച്ചും പോയി എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല എന്നുണ്ടോ? നിങ്ങളൊരുമാതിരി അമ്മാവന്മാരെ പോലെ ചിന്തിക്കരുത്. സുനന്ദ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യാണ്. നിധി സുഭാഷിൻ്റെ അടുത്ത് കൊടുത്തിട്ട് എടുക്കാൻ പറയും. സുഭാഷ് കോൾ എടുത്ത് സംസാരിക്കും. സുനന്ദ അവിടെ എല്ലാവരോടും സംസാരിക്കും. കോൾ കഴിഞ്ഞിട്ട് നിധി പറയും, ഇപ്പോൾ എന്തായി? എല്ലാ പ്രശ്നങ്ങളും ഈ പേട്ട് തലേന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് സുധിയെ കളിയാക്കും. എന്നിട്ട് ബാക്കിയുള്ളയിടത്തും കൂടി പാട്ടുവരും. അവളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ട് വിളിച്ചതാ. അച്ഛനൊരു പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നിരിക്കുമ്പോൾ നിധി ഉപ്പുമാവുമായിട്ട് അങ്ങോട്ട് ചെല്ലും. നിധി ഉപ്പുമാവ് നീട്ടിയിട്ട് പറയും, ഞാനെന്തെങ്കിലും ചോദിക്കുന്നത് കരുതിയിട്ടാണെങ്കിൽ പേടിക്കണ്ട. അച്ഛൻ പറയും, എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അതെന്നോട് ചോദിക്കണ്ട. നിധി പറയും, എന്തോ ഒളിപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ് അതിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു മറന്നത്. അച്ഛൻ കഴിക്കുമ്പോഴും നിധി അവിടെ തന്നെ നിൽക്കുകയാണ്. അച്ഛൻ മനസ്സ് പറയും, ഇനിയും ചോദിക്കാനുള്ള പരിപാടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിരിക്കും. നിധി മനസ്സ് പറയും, ഞാൻ ചോദിക്കുന്നു കരുതിയിട്ടേ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. ആ സമയത്ത് സുധിയും കൂടി വന്ന് അവിടെ നിൽക്കും. അച്ഛൻ പറയും, ഇവനും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണോ? അച്ഛൻ ആ ഉപ്പുമാവും കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. സുധിക്കും, എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നിധി പറയും, പഠിക്കുന്ന പോലെ ഒന്നല്ല, പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ദിവസം ഉണ്ടായ ഇൻസിഡൻറ്റ് നിധി സുധിയോട് പറയാണ്. ഇക്കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു തരല്ലേ അവർ ചെയ്യേണ്ടത്, അല്ലാതെ റാഗ് ചെയ്യാണോ? നിധി പറയും, അത് അങ്ങനെയൊന്നും അല്ല. അതിനുശേഷം വളരെ കാഷ്വലായിട്ട് എന്നോട് സംസാരിച്ചത്. നിധി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സുധി മനസ്സ് പറയും, എന്നാലും എൻ്റെ പെണ്ണിനെ ചീത്ത വിളിക്കുന്നോ? അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ്
സുധീർ ദേഷ്യഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.